വിശേഷിപ്പുകളുണ്ട്, താടിരോമുണ്ട്, വാളുകളുണ്ട്, എല്ലാം ഇവിടെയാണുള്ളത്. ഏകദേശം 1000 വർഷത്തോളം ഇപ്പൊ പഴക്കമുണ്ട്. ചരിത്രം ഒരു തമാശയല്ല, ഒരു കഥയുമല്ല. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കഅബയുടെ പില്ലറാണ്. പഴയ പില്ലറിന്റെ ആ ഭാഗങ്ങളാണ് ബൈത്തുൽ ഷരീഫിന്റെ പോസ്റ്റ് ഫ്രം ദ സീലിംഗ് ഓഫ് ദ കഅബ. രണ്ടാമത് കഅബയുടെ ഉള്ളിലുള്ള കല്ലാണ്. പിന്നെ കഅബയുടെ കഅബയുടെ വാതിലിന്റെ തൗബയുടെ വാതിൽ 1292 മുതൽ ഉള്ള കാലഘട്ടങ്ങൾ മുതലുള്ള ഡീറ്റെയിലുകളാണ് ഇവിടെ കാണാൻ. ഏതൊക്കെ കാലഘട്ടങ്ങളിൽ നിന്നാണ് ഇതൊക്കെ ഇവിടെ ശേഖരിച്ചിട്ട് വെച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള രേഖയാണിത്. എവിടുന്ന് വന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ കാണിക്കുന്നത്. നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ അജറുൽ അസ്വദിനെ തുറക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ബ്രഷാണ്, വെള്ളി കൊണ്ടുണ്ടാക്കിയ ബ്രഷും അതിൻ്റെ കപ്പുമാണ് ഈ കാണുന്നത് ഓട്ടോമാൻ സമ്പ്രദായത്തിൽ. ഇതാണ് നമ്മുടെ സ്വർണ്ണപ്പാത്തി. 2 സ്വർണ്ണപ്പാത്തികൾ സൈഡ് കാണാൻ കഅബയുടെ സ്വർണ്ണപ്പാത്തി ഉസ്മാനികളുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ കാലഘട്ടങ്ങളിൽ നിന്നുള്ളതാണ്. കഅബയുടെ കീ ആണിത്, 2ഉം കീ ആണ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മൂസാ നബിന്റെ വടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ AD BC 13-ാം നൂറ്റാണ്ടിലാണ് ഇത് കണ്ടെത്തുന്നത്. BC 13-ാം നൂറ്റാണ്ടിൽ. ഇത് മറ്റു റോമൻസിന്റെ ഇത് കിട്ടിയതാണ്. അത്രയും മൂസാ നബി. ഇത് അറിയപ്പെടുന്ന ഒന്നാണ്. ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ മ്യൂസിയമാണ്. മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാമിന്റെ കൈയിന്റെ എല്ലിന്റെ ഭാഗമാണിത്. അത് സ്വർണം പിന്നീട് അവർ അതിനെ സൂക്ഷിച്ചു വെച്ചതാണ്, സ്വർണത്തിലൊക്കെ അലങ്കരിച്ചിട്ട് വെച്ചതാണ്. എല്ലാണ് ഇത്. തലയോട്ടിയാണ് ഈ കാണുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങൾ ഇവിടെ കാണാം. റിക്ലിക് ഫ്രാഗ്മെന്റ് ഓഫ് ജോൺ ദ പാപ്പിസ്റ്റ് ആൻഡ് ആം ആൻഡ് സ്കൽ ബോൺ 1st century BC. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദത്തിന്റെ ഫുട് പ്രിന്റ് ആണിത്. ആ പ്രിന്റിന്റെ രൂപമാണ് ഇവിടെ കല്ലുകൊണ്ട് അന്നത്തെ ആളുകൾ കൊത്തിവെച്ചിട്ടുള്ളത്. അതിന്റെ രീതി ഇബ്രാഹിം നബിന്റെ പാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാത്രം ആണ് ഉപയോഗിച്ചിരുന്ന പാത്രമാണ് ആ കാണുന്നത്. പണ്ടത്തെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ചെത്തിയ പാത്രങ്ങളാണ്. അതും ആ